കേൾക്കാത്തതും കേൾക്കേണ്ടതും പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാമായണ കാലമാണല്ലോ. രാമായണത്തിലെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് ദശരഥൻ. ദശരഥ മഹാരാജാവ് അയോധ്യയിലെ രാജാവായി വളരെ സദ്ഗുണ സമ്പന്നനും ധർമ്മിഷ്ഠനുമായ രാജാവായിട്ടാണ് വാത്മീകി അദ്ദേഹത്തെ വർണ്ണിക്കുന്നത്. സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ്റെ പിതാവാണ്. അപ്പോൾ ഈ മഹാരാജാവിന് എങ്ങനെയാണ് ഈ പേര് കിട്ടിയത്? ദശരഥൻ എന്നുള്ള ഈ പേര് എങ്ങനെയാണ് കിട്ടിയതെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ദശരഥൻ, ദശം എന്ന് വെച്ചാൽ 10 രഥത്തിൽ അദ്ദേഹത്തിന് ഒരേ സമയം ഇദ്ദേഹം ഒരു രഥത്തിൽ ഇരുന്നു കൊണ്ട് 10 രഥത്തിലുള്ള രാജാക്കന്മാരുടെ ഏറ്റുമുട്ടാനുള്ള കഴിവ് ഈ രാജാവിനുണ്ടായിരുന്നു. അങ്ങനെ ഒരേ സമയം 10 രാജാക്കന്മാരോട് 10 രഥത്തിൽ വരുന്ന രാജാക്കന്മാരോട് ഒരേ സമയം ഏറ്റുമുട്ടാനുള്ള കഴിവ് അല്ലെങ്കിൽ ശക്തി, പ്രാഗൽഭ്യം ഉള്ളതുകൊണ്ടാണ് ഇദ്ദേഹത്തെ ദശരഥൻ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മുടെ ഇന്ദ്രൻ, സാക്ഷാൽ ദേവേന്ദ്രൻ, അസുരന്മാരും ദേവന്മാരും തമ്മിലുള്ള യുദ്ധത്തിൽ ഇന്ദ്രൻ തൻ്റെ സഹായിയായിട്ട് ക്ഷണിച്ചതൊക്കെ നമ്മുടെ ദശരഥ മഹാരാജാവിനെയാണെന്നൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ എന്തായാലും ദശരഥൻ്റെ കഥ എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് ഇതുപോലെ പുതിയ അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.